നമ്മുടെ നാട്ടിലൊക്കെ ജോലി ചെയ്യാൻ വരുന്ന ഈ ബംഗാളി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യരുത്, താഴ്ത്തി കെട്ടരുത്. അതിൽ ഹിഫ്ളുള്ളവരുണ്ട്, അതിൽ ആലിം കോഴ്സ് പഠിച്ചവരുണ്ടാവും. ചിലപ്പോൾ അതിലേക്ക് ഒന്നുറക്കാൻ നിസ്കരിക്കാന്ന് അറിഞ്ഞോളുന്നില്ല. അവർക്ക് മദ്രസല്ലല്ലോ, പിന്നെ എന്തൊരു ചെയ്യും? ഇന്നല്ലാഹ ലാ യുഅദ്ദിബു, അല്ലാഹു സുബ്ഹാനഹു വ തആല വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബ്അസ റസൂല. അറിവ് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലെങ്കിൽ അള്ളാഹു അവരെ ശിക്ഷിക്കുക പോലുമില്ല. അവർക്ക് അറിവ് കിട്ടാൻ മകല്ലായിരുന്നു. നമ്മൾ പേരെന്താ, പേര് ഭയങ്കരക്കാരാണ്, ഇസ്സുദ്ദീൻ അല്ലെങ്കിൽ ഭയങ്കര പേരുകളെ, സ്വലാഹുദ്ദീൻ അയ്യൂബി എന്നൊക്കെ പേര്. അപ്പൊ നിങ്ങൾക്ക് ഓതുകൊടുക്കാൻ അറിയോ, അതൊരു ബക്കറ്റ് വെള്ളം കൊടുക്കുക, ഓതുകൊടുക്ക്. ഫാത്തിഹ ഓതാൻ അറിയോ, ഫാത്തിഹ ഓത്. ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ നിൽക്കണ്ട, അത് പഠിച്ചോൻ ചെയ്തോളൂ. അവരിൽ തഖ്വയുള്ള ആളുകൾ, അറിവ് കുറവായിരിക്കും, പക്ഷേ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയഭക്തി അവർക്ക് കൂടുതലാണെങ്കിൽ ഈ ചോദിക്കുന്ന നമ്മളെക്കാളും വലിയ ഖൈറായിരിക്കും അള്ളാന്റെ കണ്ണിൽ അവര്, അല്ലേ? അവര് പണിയെടുക്കാൻ വന്നു ചോദിച്ചാൽ വലിയ കുറവാ. നമ്മൾ പറമ്പെടുത്ത് പോയി പണിയെടുക്കുന്നില്ലേ? അവര് നമ്മളങ്ങ് നിസ്സാരായി കാണുമ്പോൾ ഭയങ്കര വേദന തോന്നാറില്ലേ? ചില പറയാൻ ഇപ്പോൾ തുപ്പാറുണ്ട് ചില അറബി കുട്ടികളൊക്കെ. പണ്ട് ഇപ്പൊക്കെ മാറിയിട്ടുണ്ടാവും. മുമ്പൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാക്കിയിരുന്നു എന്നാ കേൾക്കാം. ഇപ്പൊ അതൊക്കെ കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇല്ലാതായിട്ടുണ്ട്. യുഎയിലൊന്നും കാണുന്നില്ല. അപ്പോ നമുക്കത് വിഷമല്ലേ? താഴ്ത്തിക്കെട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ചീർപ്പിന്റെ പല്ല് പോലെ നിങ്ങളൊക്കെ ഒരുപോലെയാണ് അല്ലാഹുവിന്റെ മുമ്പിൽ. വ്യത്യാസം എവിടെയാണെന്നറിയോ? ഇല്ലാ ബിത്തഖ്വ. ആരുടെയൊക്കെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ അറിവുണ്ടോ, പടച്ചവൻ അനുസരിക്കുന്നുണ്ടോ, അവരിൽ ആത്മീയതയുണ്ടോ, അവരുടെ നാവ് സുഹൃതം കൊണ്ട് നനഞ്ഞിരിക്കുന്നുവോ, കർമ്മങ്ങൾ നന്മ കൊണ്ട് സുഗന്ധമുള്ളതാണോ, അവർക്ക് അള്ളാഹിന്റെ അടുത്ത സ്ഥാനമുണ്ട്. അത് ഏത് ജാതിയാണെങ്കിലും. പണ്ഡിതന്മാർ പറയാറുണ്ട്, ഒരു മൊബൈൽ ഫോൺ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ചാർജ് ചെയ്തില്ലെങ്കിൽ അതിന്റെ ചാർജ് അങ്ങ് ഡൗൺ ആയി പോകുന്ന പോലെ 24 മണിക്കൂറിനുള്ളിൽ മുസ്ലിം ഖുർആൻ കേട്ടില്ലെങ്കിൽ അവന്റെ ഈമാനിന്റെ ചാർജ് കെട്ടുപോകും. 24 മണിക്കൂർ സമയം അതിനുള്ളിൽ വിശുദ്ധ ഖുർആൻ നിർബന്ധമായും കേട്ടിരിക്കണം. 5 നേരത്തെ നിസ്കാരം നമ്മൾ ഓതുന്നവരാ, ഖുർആൻ കേൾക്കണം. നമ്മൾ മറ്റൊരാൾ ഓതിത്തരാം, ആരോ ഓതുന്നത് റെക്കോർഡ് ചെയ്യപ്പെട്ടത് കേൾക്കാം. എങ്ങനെയാണെങ്കിലും 24 മണിക്കൂറിനുള്ളിൽ, നമ്മുടെ ഒരു ദിവസം അവസാനിക്കുന്നതിനുള്ളിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാൻ നമുക്ക് അവസരം കിട്ടിയില്ലെങ്കിൽ മൊബൈലിന്റെ ബാറ്ററി ഡൗൺ ആകുന്ന പോലെ നമ്മുടെ ഈമാൻ ഡൗൺ ആയിട്ടുണ്ടാവും. പിന്നെ അതിനെ ഉണർത്തിയെടുക്കാൻ പാടാണ്. അതുകൊണ്ട് ഒരല്പസമയം എപ്പോഴെങ്കിലും യാത്രയിലോ മറ്റോ ആയിരിക്കട്ടെ, നമുക്ക് സൗകര്യപ്പെടുന്ന ഒഴിവ് സമയങ്ങളിൽ ഒന്ന് കേട്ടുകൊണ്ടിരിക്കാം. അതിനൊരു മനോഹാരിതയുണ്ട്.